നിലമ്പൂരിലെ മത്സരം ശക്തമാവുകയാണ്. അൻവറും അതുപോലെ തന്നെ ആര്യാടൻ ഷൗക്കത്തും. അങ്ങനെ UDF-ൽ തന്നെ ഇപ്പോൾ ആരാണ് ഇനി മുമ്പോട്ട് വരുന്നത് എന്നുള്ളത് വ്യക്തമാകാത്ത ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. അതേസമയം തൃണമൂൽ കോൺഗ്രസും ഇപ്പോൾ തിരിച്ചടിച്ചിരിക്കുകയാണ്. UDF-ഉം തൃണമൂൽ കോൺഗ്രസുമായിരിക്കാം ഇത്തവണ ഒരു പൊരിഞ്ഞ മത്സരം ഉണ്ടാകുന്നത്. പിണറായി സത്തെ തകർക്കുന്നതിന് വേണ്ടി അൻവർ രംഗത്ത് വന്നപ്പോൾ തീർച്ചയായും എല്ലാവരും വളരെയധികം സന്തോഷിച്ചിരുന്നു, പ്രത്യേകിച്ചും UDF-കാർ. എന്നാൽ UDF-ന്റെ ഒരു നേതാവിനെ തന്നെ ഇല്ലാതാക്കാനാണോ അൻവർ ഇപ്പോൾ തുനിയുന്നത് എന്നുള്ളതെല്ലാം കണ്ടു തന്നെ അറിയണം. എന്തായാലും ഇപ്പോൾ കോൺഗ്രസിന്റെയും തൃണമൂൽ കോൺഗ്രസ് അംഗങ്ങളുടെയും പ്രതികരണം വളരെയധികം ചർച്ചാ വിഷയമാവുകയാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDF-ന് തിരിച്ചടിയാകുന്ന തീരുമാനവുമായി തൃണമൂൽ കോൺഗ്രസ് ഇപ്പോൾ രംഗത്ത് വരികയാണ്. UDF പ്രവേശന കാര്യത്തിൽ തീരുമാനമെടുത്തില്ലെങ്കിൽ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നാണ് തൃണമൂൽ കോൺഗ്രസിന്റെ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത്. മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട് 2 ദിവസങ്ങൾക്കകം തീരുമാനമെടുക്കണമെന്നാണ് തൃണമൂൽ കോൺഗ്രസ് UDF-നോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. 5 മാസത്തിലേറെയായി മുന്നണി പ്രവേശനത്തിനായി കാത്തു നിൽക്കുകയാണ്. എന്നാൽ ഇക്കാര്യത്തിൽ ഇതുവരെ തീരുമാനം എടുക്കാത്തതിനെ തുടർന്നാണ് പുതിയ നീക്കം. 2 ദിവസത്തിനകം തീരുമാനമെടുത്തില്ലെങ്കിൽ PV അൻവറിനെ തന്നെ മത്സരിപ്പിക്കുമെന്നുള്ള തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കിയ നയം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടേതാണ് തീരുമാനം വന്നിരിക്കുന്നത്. മുന്നണിയിലെടുക്കുമെന്ന് ഉറപ്പ് ലഭിച്ചിരിക്കുന്നത് കൊണ്ടാണ് UDF സ്ഥാനാർത്ഥിക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ മുന്നണി പ്രവേശന കാര്യത്തിൽ തീരുമാനമുണ്ടായില്ലെന്നുള്ള നേതാക്കൾ പറയുന്നു. ഇന്ന് മുസ്ലിം ലീഗ് നേതാവുമായ കുഞ്ഞാലിക്കുട്ടിയുമായി കൂടിക്കാഴ്ച നിശ്ചയിച്ചിട്ടുണ്ട്. ഈ സമയത്താണ് പുതിയ നീക്കങ്ങൾ വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ആര്യാടൻ ഷൗക്കത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ അവർ രംഗത്ത് വരികയും ചെയ്തു. അതേസമയം തൃണമൂലിന്റെ ഭീഷണിക്കെതിരെ കോൺഗ്രസ് രംഗത്ത് വരികയാണ്. പിണറായി സത്തിനെതിരെ പോരാടുമെന്ന് പ്രഖ്യാപിച്ച അൻവർ ആരാണ് മുഖ്യശത്രുവെന്ന് വ്യക്തമാക്കണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിക്കെതിരെ ആരോപണം ഉന്നയിച്ച അൻവറിനെ സഹകരിപ്പിക്കാനാകില്ല എന്നതാണ് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളുടെ വികാരം. സമ്മർദ്ദം ചെലുത്തി കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള അൻവറിന്റെ നീക്കത്തിന് വഴങ്ങിക്കൊടുക്കേണ്ടതില്ല എന്നാണ് കോൺഗ്രസിന്റെ ഇപ്പോഴുള്ള തീരുമാനം. അദ്ദേഹത്തിൻ്റെതായ രാഷ്ട്രീയ അഭിപ്രായം, ആ അഭിപ്രായം അത് തൽക്കാലം അംഗീകരിക്കാൻ നമുക്ക് സാധിക്കാത്ത സാഹചര്യമുണ്ടായി. അതുകൊണ്ട് നമ്മുടെ നേതാക്കന്മാരായ രണ്ടുപേരും തീരുമാനമെടുത്തു. പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപിച്ചപ്പോൾ അദ്ദേഹത്തിന് നീരസം വന്നു. അത് സ്വാഭാവികമാണ്. അതൊന്നും നമ്മളും അൻവറും തമ്മിലുള്ള ബന്ധത്തെ ഒരു പോറലേൽപ്പിക്കാൻ പോകുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. ഞാൻ അർത്ഥശങ്കക്കിടയില്ലാത്ത ഞാനത് അദ്ദേഹത്തെ കണ്ടിരുന്നു, സംസാരിച്ചിരുന്നു, ഡീറ്റെയിലായി സംസാരിച്ചിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ കോൺഗ്രസും അൻവറും തമ്മിലുള്ള ബന്ധം ഒരു വലിയ രാഷ്ട്രീയ രംഗത്ത് കേരളത്തിൽ നിലയിൽ ഒരു ചരിത്രപരമായ ഡീവിയേഷൻ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ തർക്കം ആർക്കും വേണ്ട. ഞങ്ങൾ എല്ലാവരുടെ പുറകിലാണ്. കോൺഗ്രസ് അക്കാര്യത്തിൽ ഒറ്റക്കെട്ടാണ്. അൻവറും അതിൽ നിന്ന് പുറകോട്ടല്ല. അൻവറിന് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഒരു മുന്നണിക്കകത്ത് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പാർട്ടിക്കകത്ത് വരുമ്പോൾ സ്വന്തം പാർട്ടിക്കകത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നില്ലേ? അവൻ വേണം ഇവൻ വേണം എന്ന് എല്ലാവരും പറയുന്നില്ലേ? സ്വാഭാവികല്ലേ? ആ സ്വാഭാവികതയിൽ ഒന്നെല്ലാം നടത്താൻ പറ്റുള്ളൂ. അത് നടത്തി കഴിഞ്ഞു. എല്ലാ നേതാക്കന്മാരും ഏകകണ്ഠേന എടുത്ത തീരുമാനമാണ് ഷൗക്കത്തിന്റെ തീരുമാനം. ആ തീരുമാനത്തിനകത്ത് ഒരു തെറ്റ് പറയാൻ ആർക്കും സാധിക്കില്ല. ആര്യാടൻ മുഹമ്മദിന്റെ മകനാണ്. ആര്യാടൻ മുഹമ്മദിന്റെ ചരിത്രം തന്നെ മലപ്പുറത്തെ മണ്ണിനെ ഇളക്കി മറിക്കുന്ന വികാരമാണ്. ആ വികാരത്തിന്റെ പ്രതിപക്ഷമാണ് ഷൗക്കത്ത്. അതുകൊണ്ട് ഷൗക്കത്തിന് ഒരു സ്ഥാനമാനം കൊടുക്കുക, ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ അത് ഈക്വലൻ ടു ഗിവ് ടു ആര്യാടൻ മുഹമ്മദ്. അതാണ് കോൺഗ്രസിലെ അവിടുത്തെ നേതാക്കന്മാരുടെ ഓരോരാളുടെയും മനസ്സിൽ ചിന്ത. അതിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. ഒരു അപകടവുമില്ല. അൻവർ ഞങ്ങളോടൊപ്പം ഉണ്ടാകും. അൻവർ ഞങ്ങൾ കൂടെ നിർത്തി കൊണ്ടുപോകും. മുന്നണിക്കകത്ത് അൻവർ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമാണ്. യുഡിഎഫിന്റെ ഭാഗമാണ്. അദ്ദേഹത്തിന്റെ താല്പര്യങ്ങൾ പരമാവധി സംരക്ഷിച്ചു കൊടുക്കാൻ ഞങ്ങൾക്കെല്ലാം താല്പര്യമുണ്ട്. ഞാനതിൽ കൂടെയുണ്ട്. അൻവർ ഞാനും തമ്മിൽ പേഴ്സണൽ ബന്ധമുണ്ട്. വർഷങ്ങളായി പഴക്കമുള്ള പേഴ്സണൽ ബന്ധങ്ങളുണ്ട്. ആ ബന്ധങ്ങളൊക്കെ ഉപയോഗിച്ച് സ്നേഹമസലമായ ഒരു റിലേഷൻഷിപ്പ് ഐക്യജനാധിപത്യ മുന്നണിയിൽ അൻവറിനെ വെച്ചുകൊണ്ട് നമ്മൾ
2 ദിവസം സമയം തരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. 2 ദിവസത്തിനുള്ളിൽ പ്രശ്നം പരിഹരിക്കാൻ അത് 2 ദിവസം കഴിഞ്ഞു. കേസ് ഈ ഘടകകക്ഷിയാക്കാനുള്ള തീരുമാനം ഇപ്പൊ എടുക്കാൻ പറ്റുമോ? അതൊക്കെ എപ്പോ എടുക്കാം. കോൺഗ്രസിന് തീരുമാനമെടുക്കണം. തീരുമാനിക്കുന്നത് കേരളത്തിലെ കേരള പ്രദേശ് കോൺഗ്രസ് തീരുമാനമെടുക്കാൻ പിന്നെ ആരും ചോദിക്കുന്നത് ഒന്നുമില്ല. അങ്ങനെ പോലത്തെ ഒരാളെ പാർട്ടി നീക്കിയിട്ടില്ലെങ്കിൽ പാർട്ടിയോട് മത്സരിക്കും പറയുന്നുണ്ട്. അൻവറിന്റെ പാർട്ടിയോട് മത്സരിക്കും സ്വന്തമായി. അത് എനിക്കതിനെ പറ്റി ഇൻഫോർമേഷൻ ഇല്ല. ഇനി അത് വരുന്നുണ്ടെങ്കിൽ അപ്പം നോക്കാൻ അടിയല്ലേ. അതിലൊന്നും നമ്മളെ ബന്ധത്തിന് മുകളിൽ എടുക്കാൻ സാധിക്കില്ല. അങ്ങനെ മത്സരിച്ചാൽ യു ഡി എഫിന് ബാധിക്കുന്നില്ല.